സമർപ്പിക്കുന്നു. ഈ പിതാവിലുള്ള ഈ ആശ്രയത്വമാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം. ഇങ്ങനെ നീ ആശ്രയിച്ചാൽ നിനക്ക് സ്വർഗരാജ്യം എന്ന് പറയുന്ന സമ്മാനം കിട്ടും. ഈശോ പറഞ്ഞു യോഹന്നാൻ 15:5. എന്താണ് ഈ 15:5? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അത് തന്നെയാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കും. ഏതാണ് വചനം? ഫിലിപ്പി 4:13. എന്നെ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് പൂർണ്ണമായ അനുസരണമാണ്. ഈശോ പറഞ്ഞു, പിതാവേ, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. യോഹന്നാൻ 5:30 ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. യോഹന്നാൻ 5:30. സ്വമേധയ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. വലതുകരം എടുത്ത് വീശിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വമേധയ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേര് സ്വമേധ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ? സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഈശോ പറയാണ്, എനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ല, എനിക്കത് പറ്റൂല, ഞാനത് ചെയ്യില്ല. ഞാൻ കേൾക്കുന്നത് പോലെ, പിതാവ് എന്നോട് പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നു. അനുസരണം. ഈ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് പോവർട്ടി ഇൻ ദ സ്പിരിറ്റ്, സ്പിരിച്വലി പൂർ എന്ന് പറയും. ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന്. എന്നോട് പറയുന്നത് ഞാൻ കേട്ട് അതനുസരിച്ച് ഞാൻ ചെയ്യുന്നു. നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ 1-ാം സമ്മാനം കിട്ടും. എന്താണ് 1-ാം സമ്മാനം? ഇപ്പൊ പലർക്കും 1-ാം സമ്മാനം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട്. 1-ാം സമ്മാനം വേണ്ടേ? ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി. ഇങ്ങനെയാണെങ്കിൽ 1-ാം സമ്മാനം കിട്ടും. ഇനി അടുത്തത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 6, സമ്മാനം തരുന്ന പിതാവ്. കഴിച്ചിടുന്ന മാതാവേ, കൂടെ നടക്കുന്ന